മാവേലി എന്താ ഉണ്ടാവണേ? തെളിച്ചു വിടറാ. ഇനി പറ. പേരയ്ക്ക. പേരയ്ക്ക. ഒരു ചക്ക പോലും ഇതുവരെ കായ്ച്ചിട്ടില്ല. ആദ്യമായി കായ്ച്ചതാണെങ്കിൽ പേരയ്ക്കയുമാണ്. വേണമെങ്കിൽ മുക്കത്ത് പ്ലാവിൽ പേരയ്ക്ക കായ്ക്കുമെന്ന് ചുരുക്കം. കോഴി ഒരു ദിവസം എത്ര മുട്ട ഇടൂടാ? ഒന്നാണോ? ഇനി പറ. 11. വ്യാഴാഴ്ച ഇട്ടതോ 11 മുട്ടകൾ. രാവിലെ 7-നും ഉച്ചയ്ക്ക് 1-നും ഇടയിലാണ് ഇത്രയും മുട്ടകൾ ഇട്ടതെന്ന് വീട്ടുകാർ പറയുന്നു. എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ ചായം പിടിച്ചിട്ട് ടിവിയുടെ മുമ്പിൽ ഒരു ഇരിപ്പുണ്ട്. എന്തിനാ? നിന്റെ വാർത്ത കാണാൻ. നിന്റെയൊക്കെ വാർത്ത കേട്ടട്ടെ എന്റെ അപ്പം 10 ദിവസമായി നാമക്കൽ പോയി കിടക്കണു. 11 മുട്ടയുള്ള കോഴിനെ കിട്ടാതെ തിരിച്ചു വരില്ലെന്ന് അങ്ങേര് പറയണേ. എന്തിനാടാ ഞങ്ങളുടെ അപ്പന്മാരിങ്ങനെ വഴി തെറ്റിക്കണേ? അത് ചേട്ടാ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാനലിന് വ്യൂവേഴ്സ് ഉള്ളത് ഫേസ്ബുക്കിലാണ്. അതിനകത്തുള്ള കാരണവന്മാരെ പറ്റിച്ചാലേ ഞങ്ങൾക്ക് റേറ്റിംഗ് കിട്ടത്തുള്ളൂ. ഞാൻ കർഷകരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇനി മേല കർഷകരെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ ഒരു മോശം വാർത്ത ഞാൻ പഠിക്കാതെ കൊടുക്കത്തില്ല. സത്യം. ഇത്തവണ എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. ഇനി മേല നിന്റെ ചാനൽ കർഷകരെ പറ്റിയോ കൃഷിയെ പറ്റിയോ തെറ്റായ ന്യൂസ് എങ്ങാലും വന്നാൽ നിന്നെ ഞങ്ങൾ ചെളി ചവിട്ടി താത്തും. എന്നാ പരിപാടി? ഞാൻ ഈ ന്യൂസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നാലും ആ റിപ്പോർട്ടറിനെ ഇന്നലെ അത്ര അങ്ങ് ഇടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ. ഇത് അവനാണല്ലോ. അതിസാഹസികമായാണ് തീവ്രവാദി ക്യാമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇല്ലാതായിരിക്കുന്നു. അതിന്റെ ഏറ്റവും രൂക്ഷമായ നിമിഷങ്ങളിലൂടെയാണ്, അവസ്ഥയിലൂടെയാണ് ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്നു വരുന്ന അക്രമ പരമ്പരകളുടെ തുടർച്ചയായാണ് നാം ഇതിനെ കാണേണ്ടത്. എന്നെ പോലെ സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതാ അവസ്ഥയെങ്കിൽ ഇവിടുത്തെ പാവം ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള തീവ്രവാദികളുടെ ഈ ആക്രമണത്തെ കണ്ണടച്ച് നോക്കി നിൽക്കുന്ന ഗവൺമെന്റിനോട് ഒരൊറ്റ ചോദ്യം: എന്താണ് നിങ്ങളുടെ നിലപാട്? എവിടെ ഞങ്ങൾക്കുള്ള സംരക്ഷണം? അവന്റെ നമ്പറില്ലേ? വിളി അവനെ ശരിയാക്കി കൊടുക്കണ്ട. കട്ടാക്കി വിടുന്നടാ. മെസ്സേജ് അവനാ. അതിന് ഞാൻ കർഷകരെയോ കൃഷിക്കാരെയോ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉപദ്രവിക്കരുത് പ്ലീസ്. അയ്യോ